വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുഷ്പ 2 സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ കുറേ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ, ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ സിനിമയുടെ കഥയല്ല കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗങ്ങളിലുള്ള ആ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ തുടർന്ന് കാണുക. ഇതിലെ ആദ്യത്തെ പ്രശ്നം, ഈ സിനിമ തുടങ്ങുമ്പോൾ പുഷ്പയെ കാണിക്കുന്ന ആ ഒരു സീന് അത് നല്ലൊരു ഹൈപ്പോടെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ട്. പക്ഷേ ആ കാണിച്ചതിന് ശേഷം അതിൻ്റെ അടുത്തതായി വരുന്ന നിമിഷങ്ങളൊക്കെ തന്നെ ആകെ ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം അതെന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഈ സിനിമയിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പിന്നീട് പുഷ്പ തൻ്റെ ഭാര്യയോട്, ശ്രീവല്ലിയോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സീൻ, അതായത് പുഷ്പയെ ആദ്യം കാണിക്കുമ്പോൾ ഉള്ള ആ ജപ്പാൻകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളൊക്കെ ആവശ്യമേ ഇല്ലായിരുന്നു. അത് വേറെ രീതിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വെറുതെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് പിന്നെ ആ ഒരു സീനിനും ഈ സിനിമയ്ക്ക് ഒരു ബന്ധമില്ലാത്ത പോലെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അടുത്തതായി, ഒരു സർക്കാർ ഓഫീസിലെ മൊത്തം ഉദ്യോഗസ്ഥരെയും അവരുടെ ആജീവനാന്ത സാലറി, അതായത് അവർ റിട്ടയർമെൻറ്റ് വരെയുള്ള സാലറി എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് വരിക്ക് നിർത്തിയിട്ട് നമ്മൾ ചന്തയിൽ പശുവിനെയും കോഴീനെയും ഒക്കെ വിലയ്ക്ക് വാങ്ങില്ലേ, ആ രീതിയിൽ അവരെയൊക്കെ വിലയ്ക്ക് വാങ്ങി പുഷ്പ കൊണ്ടുപോകുന്നതായിട്ടൊരു രംഗമുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ ആൾ പുഷ്പയുടെ പിന്നാലെ അങ്ങനെ പണവും വാങ്ങിയിട്ട് ജോലിയൊക്കെ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞാൽ അതൊരു ന്യായം. ഇത് ആ ഓഫീസിലെ എല്ലാവരും കൂടി പുഷ്പയുടെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായം? അടുത്തതായി, ഫസ്റ്റ് പാർട്ടിൽ പുഷ്പ അങ്ങേയറ്റം ഉയർന്ന ഒരു അധികാരത്തിൽ, ഒരു പവർ ലഭിച്ച് നിൽക്കുന്നതായിട്ടാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പുഷ്പ വളരെ വലിയ സമ്പന്നനൊന്നും ആയിട്ടില്ല. സമ്പന്നനാണ്, എന്നാലും വളരെയധികം പണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ പുഷ്പയെ കാണിക്കുന്നത് മുതൽ തന്നെ, കാണിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ മുതൽ തന്നെ പണം കൊണ്ട് പുഷ്പ വാരി എറിഞ്ഞ് കളിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒരു 100 കോടി ചോദിക്കുന്ന സ്ഥലത്ത് 500 കോടി വേണോ എന്നാണ് ഒരു ആവശ്യമില്ലാതെ പുഷ്പ ചോദിക്കുന്നത്. അവിടെ 100 കോടി മതിയെന്ന് ആ ചോദിക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ടെങ്കിലും പുഷ്പ 500 വേണമെങ്കിൽ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം പണവും പുഷ്പയുടെ കയ്യിൽ ഉള്ളതായി തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് പുഷ്പ എന്നാണെങ്കിൽ അത് ഫസ്റ്റ് പാർട്ടിൽ അത് വേണമായിരുന്നു. പക്ഷേ അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് പാർട്ട് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പണം ഉണ്ടാക്കുന്നതായ കുറച്ച് രംഗങ്ങൾ വെക്കണമായിരുന്നു. അതിന് പകരം അതൊന്നുമില്ലാതെ സെക്കൻഡ് പാർട്ടിൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, അംബാനിയേക്കാളും വലിയ പണക്കാരനായിട്ടാണ് പുഷ്പയെ ഇതിൽ കാണിക്കുന്നത്. അതും ഒരു ലോജിക്കില്ല. അതുപോലെ രക്തചന്ദനം 2000 ടണ്ണൊക്കെ വളരെ സർവ്വസാധാരണമായി ഇതിൽ പുഷ്പ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ 2000 ടണ്ണ്, 3000 ടണ്ണ്, 4000 ടണ്ണും ഒക്കെ രക്തചന്ദനം ഇന്ത്യയിലെ കാട്ടിൽ വേണ്ടേ? അത് നമുക്കൊരു ചിന്തയിൽ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇന്ത്യയിലെ രക്തചന്ദനം കാട്ടിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്ന അത്രയ്ക്ക് വരില്ല. മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം കാടുകളും മലകളും ഒക്കെ, അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ മറ്റൊന്നുമല്ലാതെ രക്തചന്ദനം മാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ ഈ സിനിമയിലുള്ള പോലെ നമുക്ക് രക്തചന്ദനം അത്രയധികം കാടുകളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്ന് തോന്നത്തക്ക രീതിയിലാണ്, ഒരു ഉൾക്കൊള്ളാനാകാത്ത രീതിയിലാണ് ഇതിൽ കടത്തുന്നത്. അടുത്തതായി, ഇതിൽ ഒരു വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. വലിയ വലിയ പ്രമുഖർ വന്ന് വലിയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീവല്ലി, അതായത് പുഷ്പരാജിൻ്റെ ഭാര്യ രശ്മിക മന്ദാന വന്നിട്ട് എന്തോന്ന് പറഞ്ഞ് അവർ തമ്മിലൊരു ചെറിയ പ്രശ്നമായി. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പുഷ്പ ശ്രീവല്ലിയെ ആശ്വസിപ്പിക്കാനായി പോയിട്ട് പിന്നെ ഫീലിങ്സ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത്രയും വലിയ പ്രമുഖന്മാരെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് അവർ സന്തോഷിക്കാൻ പോയിരിക്കുകയാണ്. എന്നാൽ സന്തോഷിച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ? അതുമില്ല, അവർ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രമുഖരൊക്കെ എന്താ പൊട്ടന്മാരാണോ?
അവരെ ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കിക്കൊണ്ട് ഇവരവിടെ പോയിട്ട് തമാശ കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായം അത്. പിന്നെ ഇതിൽ കൈകാല് കെട്ടിയിട്ടിട്ട് ഒരു ഫൈറ്റ് രംഗം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടൊക്കെ ഉണ്ട്, അത് നന്നായിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല, കാരണം അത് രസമുണ്ട്. പക്ഷെ കൈകാല് കെട്ടിയിട്ട ഒരാൾക്ക് എങ്ങനെ പറന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയും? ആള് പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൈ മാത്രമേ കെട്ടിയിട്ടുള്ളൂ എങ്കിൽ ശരി, ചാടി പറക്കാന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, ഒരു ലോജിക്ക് വേണമല്ലോ. ഇത് കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾ ചില സീനൊക്കെ അങ്ങേര് ചെയ്യുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ, അതില്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വെറുതെ പറന്ന് തുള്ളി അങ്ങനെ ആക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമായി. എന്നാൽ ആ ഫൈറ്റ് നന്നായിട്ടുണ്ട്. എങ്കിലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ചെറിയൊരു അസ്വാരസ്യം. അടുത്തത് ഈ സിനിമയിലെ പ്രധാന വില്ലനായ ബൻവർ സിംഗ് ഷെഖാവത്ത് അഥവാ നമ്മുടെ ഫഹദ് ഫാസിൽ. കക്ഷിക്ക് പാർട്ട് 1 നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുഷ്പ 1 നല്ല രീതിയിൽ വിജയിച്ചതെന്ന് പറയാം. പക്ഷേ സെക്കൻഡ് പാർട്ടായ ഈ സിനിമയിൽ ഫഹദിന് അതിലുള്ള അത്ര തന്നെ ഒരു പ്രാധാന്യം കൊടുത്തോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ലെന്നേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഞാൻ അതല്ല ഇവിടെ പറയാൻ വരുന്നത്. ഫഹദിനെ ഈ സിനിമയിൽ അവസാനമായി കാണിക്കുന്ന ആ ക്ലൈമാക്സ് രംഗം ഉണ്ടല്ലോ, ഫഹദിൻ്റെതായ ക്ലൈമാക്സ് രംഗം, അവിടെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നതൊക്കെ ലോജിക്ക് ഉണ്ട്. പക്ഷെ ചെയ്യുന്നതോ മറ്റൊന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അതവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ അവസാനം, സിനിമയുടെ ക്ലൈമാക്സിൽ ഫഹദിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹദിനെ കാണിച്ച ആ ക്ലൈമാക്സ് രംഗത്തിൽ പറയുന്നത് ഓക്കെ, അതെന്താണെന്ന് എനിക്ക് കഥ മനസ്സിലായിട്ടുണ്ട്, ആ കഥ ഞാൻ പറയുന്നില്ല. പക്ഷേ ഫഹദിനെ അല്ല ഉദ്ദേശിച്ചതെങ്കിൽ അതും ചീറ്റിപ്പോയി. ഫഹദിന് ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല, പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊരു സീനിൽ ഫഹദ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ ഫഹദ് തുണിയില്ലാതെയാണ് ഇരിക്കുന്നത്. കക്ഷി ഓടിപ്പോയിട്ട് അങ്ങോട്ട് നാണിച്ച് മറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ സ്ത്രീനേക്കാളും ഫഹദിനെ ആ സീനിൽ കൊച്ചാക്കിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് കേട്ടോ വന്നത്. എന്തിനാണ് ഫഹദിനെ അങ്ങനെ ഒരു കൊച്ചാക്കിയത് അവിടെ? അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുടനീളം ഉള്ള ഫഹദിൻ്റെ പ്രാധാന്യം ആ ഒരു ചെറിയ സീന് കാരണം ഇല്ലാതായി പോയ പോലെ തന്നെ, അതായത് ഫഹദിനെ കൊച്ചാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഫഹദ് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്, നമ്മുടെ നല്ല പാൻ ഇന്ത്യൻ ലെവലിൽ അദ്ദേഹം വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റാറിനെ ഈ രീതിയിൽ കൊച്ചാക്കേണ്ട സീനൊന്നും അവിടെ ആവശ്യമേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സീനിൻ്റെ ആവശ്യം തന്നെ അവിടെ വരുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ഇത്രയും വലിയൊരു സ്റ്റാറിനെ ഇവർ കൊച്ചാക്കി കളഞ്ഞത്? അതെനിക്ക് ഇഷ്ടമേ ആയില്ല. ഇതിനെക്കുറിച്ച് ഫഹദിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം രംഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളൊരു മഹാനടനാണ്. ഇത്തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആവറേജോ അല്ലെങ്കിൽ അതിന് താഴെയേ ഉള്ളൂ എന്നേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെയും താഴെ എന്ന് സംശയത്തോടെ ഞാൻ പറയേണ്ടി വരും, തുറന്ന് പറയുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.